ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഒരു കോക്കനട്ട് ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു തേങ്ങ ഇതേപോലെ പൂളി അതിൻ്റെ പുറത്തെ ആ കറുത്ത തൊലിയൊക്കെ നന്നായിട്ട് എടുത്തു കളഞ്ഞതിന് ശേഷം വീണ്ടും കഴുകി അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇതേപോലെ. അതിനുശേഷം ഒരു പാനിലേക്ക് ആ തേങ്ങയെല്ലാം ഇട്ട് ഏറ്റവും ചെറിയ തീയിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും ചെറിയ തീയിൽ ഒരു 10-15-20 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വറുത്തെടുത്തു. ഏറ്റവും ചെറിയ തീയിൽ വേണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ തേങ്ങയുടെ നിറം മാറാതെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. ഇപ്പോൾ ഈ തേങ്ങയുടെ ആ ജലാംശമെല്ലാം വറ്റി തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയം തേങ്ങയുടെ ആ തരിക്ക് വലിപ്പം കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ മിക്സിയിലൊന്ന് കറക്കിയാൽ മതി. അതിനുശേഷം പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് തണുക്കാനായിട്ട് അനുവദിക്കണം. ഇപ്പം എന്തേ നല്ല പൊടിയായ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് തയ്യാറായി. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ്. നമുക്ക് തന്നെത്താനെ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് വീണ്ടും ഒരു പാനിലേക്ക് ഇട്ടു. അതിനുശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു. പാലും തേങ്ങയുമെല്ലാം നന്നായിട്ട് യോജിച്ചു. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം, ഞാൻ ചേർത്തില്ല. എന്നിട്ട് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്തു. പഞ്ചസാരയുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം, ഞാൻ ചേർത്തില്ല, പഞ്ചസാര മാത്രമേ ചേർത്തുള്ളൂ. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ പാൽപ്പൊടി ചേർത്തു. പാൽപ്പൊടി ചേർത്തത് നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന പാലിനൊന്നും വലിയൊരു കട്ടിയൊന്നുമില്ല. അതുകൊണ്ട് ഈ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു രുചിയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നമുക്കൊരു ലഡു ഉണ്ടാക്കുന്ന പാകത്തിലായപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തണുത്തു വരുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നെയ്യ് പുരട്ടി ഇത് ലഡുവിൻ്റെ പാകത്തിന് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് മുഴുവൻ ഞാൻ ലഡു ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചില്ല, കുറച്ച് ഭാഗം മാറ്റി വെച്ചിരുന്നു. നമ്മൾ ഇത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോള് ചെയ്ത് എടുക്കാം. അതിൻ്റെ മുകളിൽ അതെല്ലാം ഒന്ന് ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രുചിയാണ് ഈ തേങ്ങാ ലഡു. ഇത് ഒരു നവരാത്രി വിഭവമാണ്. നവരാത്രിയുടെ 8ാം ദിനത്തിൽ മഹാഗൗരിക്ക് തേങ്ങ വഴിപാടായി സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് തേങ്ങ അതിൻ്റെ തനതായ രൂപത്തിൽ വഴിപാടായി സമർപ്പിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്വീറ്റ് ഉണ്ടാക്കി വഴിപാടായിട്ട് സമർപ്പിക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് പൊടിച്ചു ചേർക്കാം. ഇതൊക്കെ നമ്മുടെ മനോധർമ്മം, ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നൈവേദ്യമായിട്ട് ദേവിക്ക് സമർപ്പിക്കണം. ദീപാവലിക്കൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. ഹരേ കൃഷ്ണ.